കൊല്ലം ഉളിയകോവിലിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഉളിയകോവിൽ സ്വദേശി ഫെറിനാണ് മരിച്ചത്. കൊലപ്പെടുത്തിയ തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്താണ് സംഭവിച്ചത്? മുമ്പാണ് ഈ കൊല്ലം നഗരത്തെ ഞെട്ടിച്ച ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. ഏതാണ്ട് ഒരു 7:30 മണിയോടുകൂടി ഇയാൾ ഇതിലെ കൊലപാതകി ഉളിയക്കോവിലുള്ള ഫെറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. കോളിംഗ് ബെൽ അടിച്ചു. ആ സമയത്ത് ഫെറിന്റെ അമ്മയും ഫെറിനും മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു. കതക് തുറന്ന ഉടൻ പർദ്ദ പോലെ ഷാളുകളും മറ്റും കൊണ്ട് മറച്ചിരിക്കുന്ന നിലയിലായിരുന്നു പ്രതിയുടെ വേഷം. ഒരു വാഗണാർ വെള്ള കാറിലാണ് അവിടെ എത്തിയത്. ഇയാൾ അകത്തേക്ക് പ്രവേശിക്കുകയും പൊടുന്നനെ കയ്യിലുണ്ടായിരുന്ന ദ്രാവകം, അത് പെട്രോളാണോ മണ്ണെണ്ണയാണോ ഡീസലാണോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല, അത് പെട്ടെന്ന് എല്ലാവരും ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു. തുടർന്ന് ഈ കടന്നു പിടിക്കാൻ ശ്രമിക്കുന്ന എന്തോ പന്തികേട് തോന്നി ഇതില് ഈ ഫെറിൻ കടന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആഴത്തിൽ കുത്തി 3 തവണ കുത്തി. കഴുത്തിലും മാറിലും അതേപോലെ ഇടുപ്പലിന് പക്ഷെ കൈക്ക് താഴെയും മാരകമായി മുറിവേറ്റു. പൊടുന്നനെ ഫെറിൻ പുറത്തേക്ക് ഇറങ്ങി അടിതെറ്റി വീഴുകയായിരുന്നു. അപ്പോഴത്തേക്ക് രക്തം മാറുന്ന ഒഴുകാൻ തുടങ്ങി. ഇതിനിടെ പ്രതിയെ തടയാൻ ശ്രമിക്കുന്നതിനിടെ അച്ഛൻ ജോർജ് ഗോമസിനും കുത്തേറ്റു. അദ്ദേഹത്തിനും 2 കഴുത്തിനും വാരിയലിനുമാണ് കുത്തേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണ്. ഇവരെ ഈ 2 പേരെയും കൊല്ലം ബെൻസികൾ ആശുപത്രിയിലാണ് എത്തിച്ചത്. അത് എത്തിച്ചപ്പോഴേക്കും ഈ കൊലപാതകം നടത്തിയ ആളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ട്രെയിനിന് മുന്നിൽ ചാടി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഈ പ്രതിയെ ഇവർക്ക് അറിയാമോ? ഈ വീട്ടുകാർക്ക് അറിയുന്ന ആളാണോ? ഇതിലിപ്പോ ഒരു സംശയം ഇവര് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ തേജസ് രാജ് കൊല്ലത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണ്. ഇവർ ചവറ കൊല്ലം നീണ്ടകര സ്വദേശികളാണ്. അപ്പൊ ഇവര് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ 2 കുടുംബവും തമ്മിൽ ഇപ്പോൾ ഈ പ്രതി തേജസ് രാജ് ഈ കൊല്ലപ്പെട്ട ഫെറിന്റെ സഹോദരിയുമായി വിവാഹം ആദ്യം കുടുംബങ്ങൾ തമ്മിൽ ഉറപ്പിച്ചു. പിന്നീട് എന്തോ കാരണം കൊണ്ട് ഇവർ ഈ വിവാഹാലോചനയിൽ നിന്ന് പിന്മാറി. പിന്നീട് മറ്റൊരു വിവാഹാലോചന ഇപ്പോൾ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഇതിന്റെ വിരോധമാകാം ഇയാൾ ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നു എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. ഈ തേജസ് രാജ് ഇപ്പോൾ ഇത് കുത്താൻ ഉപയോഗിച്ച കത്തി ഈ കൊല്ലം കടപ്പാക്കടയില് ചെമ്മാമുക്ക് പാലത്തിന്റെ താഴെ ആ കാറിനോട് ചേർന്ന് തന്നെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പോലീസിന് ആയുധം കൊല്ലാൻ ശ്രമിച്ച ആയുധം കണ്ടെത്തിയിട്ടുണ്ട്. ഇയാള് വണ്ടി അവിടെ ഇട്ടതിന് ശേഷം വന്ന ഒരു ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു. തൽക്ഷണം അയാൾ മരിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഈ പ്രതിക്ക് എത്ര പ്രായമുണ്ട് രാജ്കുമാർ? ഈ പ്രതിക്ക് 25 വയസ്സോളം പ്രായമുണ്ടെന്നാണ്, തേജസ് രാജിന് അത്രയും പ്രായമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ ഈ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഈ വീട്ടുകാർക്ക് പ്രതിയെ തിരിച്ചറിയാൻ ഇപ്പോൾ രാജ്കുമാർ പറഞ്ഞത് പ്രകാരം മുഖമൊക്കെ മറച്ചാണ് അയാൾ എത്തിയതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നോ അവർക്ക് ആ ഘട്ടത്തിൽ? പക്ഷെ ഇതിൽ ആദ്യഘട്ടത്തിൽ ഞാൻ ഇവര് അമ്മയുമായി സംസാരിച്ചതാണ്. അതായത് ഫെറിന്റെ അമ്മ ഗ്രേസിയുമായി ഞാൻ സംസാരിച്ചിരുന്നു. പക്ഷെ ഇവര് അവ്യക്തമായിട്ടാണ് അത് കണ്ടത്. നല്ല നിലയിൽ കണ്ടതായിട്ട് അവരും പറയുന്നില്ല. മുഖം ഇങ്ങനെ കണ്ടു, പക്ഷെ നല്ലപോലെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും ഈ ആക്രമണമായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ നല്ലപോലെ കണ്ടിരുന്നുവെങ്കിൽ നമ്മളോട് സംസാരിച്ചപ്പോഴും അവരത് പറയുമായിരുന്നു. അവർ അവ്യക്തമായി കണ്ടതുകൊണ്ടാണ് ആളിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. എന്തായാലും ഇപ്പോ ഇതിൽ ഫെറിന്റെ മൃതദേഹം ബെൻസിഗർ ആശുപത്രിയിലുണ്ട്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികളിലേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം മാറ്റും. അച്ഛനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ചികിത്സയാണെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാനും ബന്ധുക്കൾ ആലോചിക്കുന്നുണ്ട്. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഉളിയകോവിലാണ് വിദ്യാർത്ഥിയായ ഫെറിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയത്. പ്രതി തേജസ് രാജ് ട്രെയിനിന് മുന്നിൽ ചാടി പിന്നാലെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. വീട്ടുകാർ തമ്മിലുള്ള ചില പ്രശ്നങ്ങളൊക്കെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്ന വിവരം.